ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മാനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയാം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനീ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനീ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം സം സരസ്വത്യൈ നമഃ. ഓം. ശ്രീ അധ്യാത്മരാമായണം 25-ാം ദിവസം. യുദ്ധകാന്ഡം. രാവണശുക സംവാദം. ഓം. വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ. മുന്നേ നിബദ്ധനായോരു ശുകാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ ചെന്നു ദശഗ്രീവനോടു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. പങ്ക്തിമുഖനും അവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊൽകെടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച ഭീമാന വിരോധം വരുത്തിയാരോ. തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മനസ്സേ ഖേദം കളഞ്ഞു ചൊല്ലിയിടടോ. രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുഗൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിയിടിനാൻ. രാക്ഷസ രാജപ്രവരാജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധു തന്നുത്തര തീരോപരി ചെന്നൊരന്തരമെന്നിയെ ഞാൻ തവ കാര്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരെ. രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാൻ ആമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു. ദൂതേനവധ്യേനയപ്പിനെന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരുമയച്ചാരതു കൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടു പോന്നിതു മാനവ വീരനനുജ്ഞയാ സാദരം. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക, സീതയെ നൽകിയിടുകെന്നു ഒന്നുകിലല്ലായെങ്കിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി ഇരുന്നു കൊണ്ടു ഭവാൻ പോരുമതിന്നു ബലമെങ്കിൽ എന്നോടു
പോരിനായി കൊണ്ടു പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചര സേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പുക്കൊരു രോഷവും ആശു തീർത്തിടുവൻ. നക്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തിരുന്നരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോടുകൂടവേ. സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠപ്രഭോ കപീപുങ്കവ പാലിതം. പർവ്വത സന്നിഭന്മാരായ വാനരരുർവി കുലുങ്ങവേ ഗർജനവും ചെയ്തു. സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിക സംഖ്യാവതാംബരനായ കുമാരനും. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീന മലറി നിൽക്കുന്നവൻ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാനുഴറ്റോടെ വാൽ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനാം സേനാപതി വന്യനന്ദനൻ. അങ്കദനാകുമിളയ രാജാവതീനങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ. വാൽ കൊണ്ടു ഭൂമിയിൽ തച്ചങ്ങനെ ബാലിതൻ നന്ദനദ്രിശിങ്കോപമൻ. തൽപാർശ്വസീംനി നിൽക്കുന്നതു വാതചൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം ശ്വേതൻ രജത സമപ്രഭൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവീതനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളനദീനങ്ങേതു ബോധമേറും വിശ്വകർമാവു തന്മകൻ. താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും. മാരുതി തൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാഥി ശതബലി. സാരനാം ജാംബവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും. ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖനതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ. ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനര നായകന്മാരാ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും. ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം. ദേവാരികളെയൊടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേവരും. ശ്രീരാമദേവനും മാനുഷനല്ലാതിനാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നതു യോഗമായാദേവി സോദരൻ ലക്ഷ്മണനായതനന്ദനും. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിയുക വഴി പോലെ. വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും. പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി. ത്വങ്മാംസമേതോസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും. ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാത ജനങ്ങൾക്കതോർക്ക നീ. ഹന്തജടാത്മകമായ കായത്തിങ്കൽ എന്തൊരാസ്ത ഭവിക്കുന്നതും ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഖങ്ങൾ കൃതങ്ങളാകുന്നതും. ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സമ്പതിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളക നീ.
ആത്മാവു നിർമ്മലൻ അവ്യയൻ അദ്വയൻ ആത്മാനമാത്മന കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സുഖരാശ്വാദി ദേഹങ്ങളിലാക്കിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു. കർമ്മഭൂവാത്മത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം. ധന്യനായുള്ളവനോർക്ക മഹാമതേ. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഠ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരതപോധനൻ. എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ. ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാപരനദ്വയൻ. സീതയെ രാമനു കൊണ്ടക്കൊടുത്തു തൽപാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായികിലാശു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊൾകെടോ. രാമേതി രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സൽസംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം. ദേവം മരതക കാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം. സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപൂണം വിഭീഷണസേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടുമതീനില്ല സംശയം. ഇത്തം ശുകവാക്യമജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുകനെന്നു തോന്നുമാർ അത്യന്ത രോഷേണ നോക്കിയുര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രവം ശിക്ഷ ചൊൽവാനെന്തു കാരണം. പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാൽ ഉണ്ടു കാരുണ്യമെനിക്കു അതുകൊണ്ടു ഞാൻ. ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ വന്നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ. എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പുക്കിരുന്നിടിനാൻ. ശുകന്റെ പൂർവവൃത്താന്തം. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു. ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൻ. യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരേ. നിർജ്ജര വൈരി കുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ട്രൻ മഹാദുഷ്ട നിശാചരൻ. എന്തോന്നു നല്ലു ശുകാപകാരത്തിനെന്നന്തരവും പാർത്തിരിക്കും വിധൗ കുംഭോത്ഭവനാമഗസ്ത്യൻ ശുകാശ്രമേ സംപ്രാപ്തനായേനൊരു ദിവസം ബലാൽ. സംപൂജിതനാമഗസ്ത്യ തപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ. സ്നാതും ഗതേ മുനൗ കുംഭോത്ഭവേ തഥാ യാദുത്ഥാനാധിപൻ വജ്രദംഷ്ട്രാസുരൻ. ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്തരാ ചൊന്നാൻ ശുകനോടു മന്ദഹാസാന്വിതം. ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണമിന്നു നമുക്കെടോ. ചാകമാംസം വേണമല്ലോ കറീമമ താകിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ. എന്നളവേ ശുകൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങനെ എന്നവളും ചൊന്നാൾ. മധ്യേ ശുകപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ. മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്രൈവ വജ്രദംഷ്ട്രൻ മറഞ്ഞിടിനാൻ.
മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുകനെ ശപിച്ചിതു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസേനായി നീ പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൽ. ഇത്തം ശപിച്ചതു കേട്ടു ശുകൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം. മാംസോത്തരം ഭുജിക്കേണമെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ യതീനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മം എന്നേ പറയാവൂ. ചൊല്ലെന്തു പറഞ്ഞതു നീ സഖേ, നല്ല വൃത്താന്തം ഇതെന്നോടു ചൊല്ലണം. എന്നതു കേട്ടു ശുകനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമീ ദിജ്ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു. വ്യഞ്ജനം മാംസ സമന്വിതം വേണമെന്നഞ്ജസ ഞാനതു കേട്ടിതു ചെയ്തിതും. ഇത്തം ശുകോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തമുൾക്കാമ്പു കൊണ്ടു കണ്ടോരളവുൾത്താപമോടരുൾ ചെയ്താനഗസ്ത്യനും. വഞ്ചിതന്മാരായി വയമ്പതായാമിനി സഞ്ചാരികളിതു ചെയ്തതു നിർണയം. ഞാനും അതിമൂഢനായി ചമഞ്ഞേൻ ബലാലൂനം വരാവിധി തന്മതമെന്നുമേ. മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം, സത്യപ്രധാനനല്ലോ നീയുമാകയാൽ. നല്ലതു വന്നുകൂടും മേലിൽ നിർണയം, കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ. ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വെച്ചുകൊള്ളും ദൃഢം. രാവണ ഭൃത്യനായി നീയും വരും ചിരം, കേവലം നീയവനിഷ്ടനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയെ ലങ്കാപുരാന്തികെ. നാലു പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവസ്ഥയറിഞ്ഞു വന്നിടുവാൻ. നിന്നെ അയക്കും ദശാനനന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക. രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ. രാക്ഷസ ഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. ഇത്തമനുഗ്രഹിച്ചു കലേശോത്ഭവൻ സത്യം തപോധന വാക്യം മനോഹരം. മാല്യവാന്റെ വാക്യം. സാരനായൊരു ശുകൻ പോയ അനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു രാവണ മാതാവു തൻ പിതാ. ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശല പ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തി യഥോചിതം. കൈകസി താതൻ മതിമാൻ വിനീതമാൻ കൈകസി നന്ദനൻ തന്നോട് ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീയെല്ലാം നിനക്കൊത്ത വണ്ണമനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളി ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠപ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായിടി വെട്ടുന്നിതന്വഹം ചോരയും പെയ്യുന്നിതുഷ്ണമായത്രയും. ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരദംഷ്ട്രാന്വിതം. നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ജാരനോടു പിണങ്ങുന്നു രോഷാൽ നകൂലങ്ങളോടും ഔവണ്ണമേ. പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായേറ്റം കരാള വികടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം. കാലനെയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളോന്നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതീനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി. രാമപാതെ വെച്ചു വന്ദിക്ക വൈകാതെ രാമനാകുന്നതു വിഷ്ണുനാരായണൻ. വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭുജിച്ചു കൊള്ളുക അദ്വയനാം പരമാത്മാനമവ്യയം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരിധിയെ കടക്കുന്നിതു യോഗികൾ. ഭക്തി കൊണ്ടന്തഃകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസ വംശത്തെ രക്ഷിച്ചു കൊള്ളുക
സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം, പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാം മാല്യവൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പൊറാഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോട് ചൊല്ലിനാൻ, മാനവനായ കൃപേണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർത്ഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജളനത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തു പോയാലും ഇന്നി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാനതി സ്നിഗ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാ ദൃഢം. യുദ്ധം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്ത്രനും പ്രാസാദമൂർധ്നി കരേറിനാൻ. യുദ്ധാരംഭം. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ. യുദ്ധത്തിനായി രജനീചര വീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധൗ. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടു വിൽ വാങ്ങിനാൻ. 10 കിരീടവും കൈകളിരൂപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും. 10 കിരീടങ്ങളും കുടയും നിമിഷാർത്ഥേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കിച്ചരിച്ചിടിനാൻ. മുഖ്യപ്രഹസ്ത പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം. യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത ഭീത്യ വസിക്കയില്ലത്ര നാം. ഭേരി മൃദംഗടക്കാപണ വാനക ദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശ്വഷ്ട്ര ഖരഹരി ശാർദൂല സൈരിഭ സ്യന്തന മുഖ്യയാനങ്ങളിൽ. ഖഡ്ഗശൂലേഷു ചാപപ്രാസ തോമര മുൽഗര യഷ്ടിശക്തിച്ചുരീകാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തഭീത്യാജവം. യുദ്ധസന്നദ്ധരായുദ്ധത ബുദ്ധിയോടബ്ധികൾ അദ്രികൾ ഉർവിയും തൽക്ഷണം ഉദ്ധൂതമായിതു സത്യലോകത്തോളം. വജ്രഹസ്താശിയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദംഷ്ടൻ തഥാ ദക്ഷിണദിക്കിലും. ദുശ്ചവനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമ ഗോപുരദ്വാരി പൂക്കിയിടിനാൻ. മിത്രവർഗാമാത്യമൃത്യജനത്തോടും ഉത്തരദ്വാരി പുക്കാൻ ദശവക്ത്രനും. നീലനും സേനയും പൂർവദിഗോപുരേ ബാലി തനയനും ദക്ഷിണ ഗോപുരേ. വായുതനയനും പശ്ചിമ ഗോപുരേ മായാ മനുഷ്യനാമാദിനാരായണൻ. മിത്രതനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായി ഉത്തരാദിക്കിലും. യുദ്ധമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. 1000 കോടി മഹാകോടികളോടും 1000 അർബുദമായിരം ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തോയാകരപ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടു കലർന്നു കപീബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം. പൊട്ടിച്ചെടുത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിനാർ. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചടുക്കും നേരം. വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടറ്റു പിളർന്നു കിടക്കയും. അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർത്ഥചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൽഗര പങ്ക്തികൾ ബിണ്ടി പാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകരപ്രഭ പൂണ്ട ശതഘ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രനും. ആർത്തി മുഴുത്തു ദശാസ്യനവസ്ഥകൾ പേർത്തു മറിവതിനായച്ചിടിനാൻ. ശാർദൂലനാദിയാം രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരവേരും കപികളായി. മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുൽക്കട രോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും
കരുണാർദ്രബുദ്ധ്യ കൊടുത്താനഭയം ദ്രുതം. ചെന്നവേരും ശുഗസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ. മന്ത്രിച്ചുടൻ വിദ്യുജിഹ്വനായി ദശകന്ധരൻ മൈഥിലി വാഴും വിടം പുക്കാൻ. രാമശിരസ്സും ധനുസ്സുമിതെന്നുടൻ ധനുസ്സുമിതെന്നുടൻ വാമാക്ഷി മുന്നിലായാമാറു വെച്ചിടിനാൻ. ആയോധനെ കൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വെച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുക്താങ്കി വീണു കിടക്കും ദശാന്തരെ. വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നീടിനാനന്നേരം. വൈദേഹി തന്നോട് ചൊന്നാൾ സരമയും ഖേദമശേഷമകലെ കളക നീ. എല്ലാം ചതിയെന്നു തേറിയിടിതൊക്കവേ നല്ലവണ്ണം വരും നാലുനാളുള്ളിലിങ്ങില്ലൊരു സംശയം. കല്യാണദേവതേ വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർണയം. ഇത്തം സരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നീടിനാൾ സീതയും. മംഗലദേവത വല്ലഭാജ്ഞാവശാൽ അംഗദൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ. ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലാ മാറുവെച്ചിടുക വൈകാതെ. യുദ്ധത്തിനാശു പുറപ്പെടുകല്ലായിൽ അത്തൽ പൂണ്ടുള്ളിൽ ഒളിച്ചിങ്ങിരിക്കിലും. രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടു കൂടവേ സംഹരിച്ചിടുവൻ ബാണമെയ്തെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ. ജാനതഘോഷവും കേട്ടതില്ലേ ഭവാൻ. നാണം നിനക്കേതുമില്ലയോ മാനസേ. ഇത്തമധിക്ഷേപ വാക്കുകൾ കേട്ടതിക്രുദ്ധനായോരു രാത്രിഞ്ചര വീരനും വൃത്രാരിപുത്ര തനയനെ കൊൽകെന്നു നക്തഞ്ജനാധിപരോടു ചൊല്ലിനാൻ. ചെന്നു പീഡിച്ചാർ നിശാചര വീരരും കൊന്നു ചുഴറ്റി എറിഞ്ഞാൻ കപീന്ദ്രനും. പിന്നെയപ്രാസാദവും തകർത്തിടിനാനൊന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോയി. മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ ഉണർത്തിനാനങ്കദൻ. പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുൾസുതൻ എന്നിവരാദിയാം വാനര വീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാർ. കല്ലും മലയും മരവും ധരിച്ചാശു നില്ലുന്നു പറഞ്ഞടുക്കും നേരം. ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴു കുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗദകളും ഭിണ്ടിപാലങ്ങളും മുൽഗരജാലവും ചക്രങ്ങളും പരീഖങ്ങളും ഈട്ടികൾ ശുക്രകജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനടുത്താരക്കരും. വാരണനാദവും വാജികൾ നാദവും തേരുരുൾ നാദവും ഞാണൊലി നാദവും രാക്ഷസേരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കപികൾ നിനാദവും തിങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങുമിടതൂർന്നു മാറ്റൊലിക്കൊണ്ടുതേ. ജംഭാരി മുമ്പാം നിലിംബരും കിന്നര കിംപുരുഷോര ഓരക ഗുഹ്യക സംഘവും ഗന്ധർവസിദ്ധ വിദ്യാധര അന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം. നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിലാരുഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാർ. തുങ്കനാമിന്ദ്രജിത്തേറ്റാനു അതൂനേരം അംഗദൻ തന്നോടതിന്നു കപീന്ദ്രനും. സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജംബുമാലി നിശാചരൻ. സാരഥി തന്നോടു കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ. മിത്രതനയൻ പ്രഹസ്തനോടേറ്റിതു മിത്രാരിയോടു വിഭീഷണ വീരനും. നീലൻ നീ കുംഭനോടേറ്റാൻ തപനനെ കാലപുരത്തിനയച്ചാൻ
മഹാഗജൻ. ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടഥ ലക്ഷ്മീപതിയാം രഘുത്തമൻ തന്നോടു രക്ഷധ്വജാഗ്നിധ്വജാദികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു പുക്കാർ സുരാലയം. വാനരന്മാർ പൂജയം വന്നിതന്നേരം ഭാനുവും വാരിധി തന്നിൽ വീണിടിനാൻ. ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തമ്പരാന്തേ മറഞ്ഞിടിനാൻ. നാഗാസ്ത്രമെയ്തു മോഹിപ്പിച്ചിതു ബദ രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കപികളെയും നാരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാൻ. താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും ഹാഹാവിഷാദേന ദുഃഖവിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദശാന്തരെ. സപ്തദ്വീപങ്ങളും സപ്തവർണ്ണങ്ങളും സപ്താചലങ്ങളും ഉക്ഷോഭമാം വണ്ണം സപ്താശ്വകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനനാശനൻ. അബ്ധിതോയം ദ്വിധാ ഭിത്വാ സ്വപക്ഷയോ പക്ഷയുഗ്മോദ്ധൂതലോകത്രയത്തോടതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിടിനാൻ. നാഗാസ്ത്രബന്ധനം തീർന്നതു തൽക്ഷണേ ശാഖാമൃഗങ്ങളും അസ്ത്രനിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ. ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവേരനുബദ്ധ സമ്മോദമനുഗ്രഹം നൽകിനാൻ. കുപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ടും പോയി മറഞ്ഞിടാൻ താർക്ഷ്യനും. മുന്നേതിലും പല വീരവേഗങ്ങൾ പൂണ്ടുന്നതന്മാരാം കപീവരന്മാരെല്ലാം മന്നവൻ തന്നിയോഗേന മന്നവൻ തന്നിയോഗേന മരങ്ങളും കുന്നും ചിലയുമെടുത്തെറിഞ്ഞിടിനാർ. വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം പുക്കിരിക്കുന്നതിൻ മുന്നമേ. വന്നാരവരുമിങ്ങെന്തൊരു വിസ്മയം നന്നെത്രയും എന്നേ പറയാവൂ. ചെന്നറിഞ്ഞിടുവീനെന്തൊരു ഘോഷമീതെന്നു ദശാനനൻ ചൊന്നോരനന്തരം. ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ. വീര്യബലവേഗ വിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കപീകുലം ഹസ്തങ്ങൾ തോറും അലാതവും കൈക്കൊണ്ടു ഭിത്തി തന്നുത്തമാംഗത്തിന്മേൽ നിൽക്കുന്നോർ. നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകാണുങ്ങളെങ്കിലെന്നാർത്തു പറകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ. മാനവന്മാരുമായേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോകതും രാക്ഷൻ പടയോടു കൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. യുദ്ധമനുഗ്രഹം ചെയ്തയച്ചാനതിക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നിടിനാൻ. ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. മാരുതിയോടെ തീർത്താനവനും ചെന്നു ദാരുണമായതു യുദ്ധവുമെത്രയും. വേലസി വെൺമഴു കുന്തം ശരാസനം ശൂലം മുസലം പരീഖ ഗദാദികൾ കൈക്കൊണ്ടു വാരണവാജീരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസവീരരും. കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരികളായ കപികളും തങ്ങളിലേറ്റു പൊരുതു മരിച്ചിതൊട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ. ചോരയുമാറായൊഴുകി പല വഴി ശൂരപ്രവരനാം മാരുതി തൽക്ഷണേ. ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെയടർത്തെടുത്തൊന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശൂകതയുമെടുത്തുടൻ പാരിലാം മാറുദ്ധൂമ്രാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായിതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചിതു കോപവും. രാത്രിഞ്ചരരെയൊടുക്കി തുടങ്ങിനാൻ. ആർത്തി മുഴുത്തതു കണ്ടു ധൂമ്രാക്ഷനും മാരുതിയെ ഗദ കൊണ്ടടിച്ചിടിനാൻ. ധീരതയോടതീനാകുലമെന്നിയെ ഭാരം വളർന്നൊരു കോപവിവേശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷനേറുകൊണ്ടൊമ്പർ പുരത്തിങ്കലാം മാറു ചെന്നു സുഖിച്ചു വാണിടിനാൻ. വിശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കിതു
ഘോഷിച്ചിതങ്കന മാർവിലാപങ്ങളും വൃത്താന്തമാഹന്ത കേട്ടു ദശാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസ്താരിപ്രവരൻ മഹാബലൻ വജ്രദംഷ്ട്രൻ തന്നെ പോക യുദ്ധത്തിനായി മാനുഷ വാനരന്മാരെ ജയിച്ച ഭീമാനകീർദ്യ വരികെന്നയച്ചിടിനാൻ. ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജാനോടെതിർത്തിടിനാൻ. ദുർനിമിത്തങ്ങളുണ്ടായതനാതൃത ചെന്നു കപികളോടേറ്റു മഹാബലൻ. വൃക്ഷശിലാശൈല വൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ. ഖഡ്ഗശസ്ത്രാസ്ത്ര ശക്തിയാദികളേറ്റേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി. പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു. രക്തനദികളൊലിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ. താരയനും വജ്രദംഷ്ട്രനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധൗ. വാളും പറിച്ചുടൻ വജ്രദംഷ്ട്രൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കദൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറും അകമ്പനൻ തന്നെയും വൻപടയോടു മയച്ചാനതൂ നേരം. കമ്പമുണ്ടായതു മേദിനിക്കന്നേരം. ദുശ്ചവനാരിപ്രവരൻ അകമ്പനൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുതനയനോടേറ്റവനും നിജകായം വെടിഞ്ഞു കാലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരം ഭയം പെരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ചാൻ നിജരാക്ഷസ സേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനതൂ നേരം. രാമേശ്വരത്തോടു സേതുവിന്മേലുമാ രാമ ദേശാന്തം സുബേലാചലോപരി. വാനരസേന പരന്നതും കോട്ടകളൂനമായി വന്നതും കണ്ടോരനന്തരം. ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്നു കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാൻ. നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്കാരുമില്ലായ്കയോ. ചെല്ലുന്ന രാക്ഷസ വീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷ വാനരന്മാരെയൊടുക്കുവാൻ. പോകുന്നതാരെന്നു ചൊൽകെന്നു കേട്ടവൻ പോകുന്നതിന്നു ഞാനെന്നു കൈകൂപ്പിനാൻ. തന്നുടെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാം പ്രഹസ്തൻ മഹാരഥൻ. കുംഭകനും മഹാനാഥനും ദുർമുഖൻ ജംഭാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 തിങ്ങിന വൻപടയോടും നടന്നിതു. ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവൻ തന്നകതാരിയിലുറച്ചു സന്നദ്ധനായി. പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു പാവകപുത്രനോടേറ്റോരനന്തരം. മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ടു രക്ഷോഗണത്തെയൊടുക്കി തുടങ്ങിനാർ. ചക്രഖഡ്ഗപ്രാസശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തീവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളോ ആയൊക്കെയൊലിക്കുന്നു. അംഭോജ സംഭവ നന്ദനൻ ജാമ്പവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും. പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപുരി പുക്കിരുന്നരുളിടിനാൻ. സേനാപതിയും പടയും മരിച്ചിതു മാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി. ഓം പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം. വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം. ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം. പശ്ചാത് രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ
ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം കായേന ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം